ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു പക്കുവടയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റി ഹോട്ടലിന് കിട്ടുന്ന അതേ രുചിയിലുള്ള പക്കുവടയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഞാൻ പുതിയ വെറൈറ്റി ആയ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാൻ ഇതുപോലത്തെ 4 മീഡിയം സൈസ് സവാളയാണ് ചെറുതായി അരിഞ്ഞെടുത്തതാണ്. ഇനി അതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 6 എണ്ണം ഉണ്ടാകും കേട്ടോ. ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നല്ല പോലെ ഞെരടിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ 1 കപ്പ് കടലപ്പൊടി കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. മൊത്തം ഒരുമിച്ച് ചേർക്കണ്ട, കുറച്ചായിട്ട് ഇങ്ങനെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ വെള്ളം തന്നെ ഉണ്ടാകും കേട്ടോ. ഉള്ളിയും ഉപ്പും ആക്കുമ്പോൾ ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം ചേർത്തില്ല കേട്ടോ. വെള്ളം ചേർക്കാതെ തന്നെ എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. നമുക്കിത് നല്ലപോലെ ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളെല്ലാം നല്ല പോലെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു പാത്രത്തിൽ എണ്ണ തിളക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ചായിട്ട് ഇങ്ങനെ നുള്ളിയിടാം കേട്ടോ. ഇങ്ങനെ കുറച്ചായിട്ട് നുള്ളിയിട്ടെടുക്കാം. നമ്മൾ കുറച്ചായിട്ട് നുള്ളിയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വെന്തിട്ടാകുമ്പോൾ നമുക്കത് മറിച്ചിടാം. ഒട്ടും വെള്ളമില്ലാണ്ടാക്കിയാൽ നമുക്ക് നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള പക്കുവട കിട്ടും കേട്ടോ. നല്ല ഹോട്ടലിന് കഴിക്കാൻ പറ്റുന്ന അതേ ഇതിൽ നല്ല ടേസ്റ്റിൽ കിട്ടും. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഇത് നമ്മൾ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് അമ്മ സ്റ്റൈലാണ് കേട്ടോ. നമുക്കിത് വറുത്ത് കോരാം കേട്ടോ. കണ്ടില്ലേ, അടിപൊളിയാണ് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയും കൂടെ ഇത് വറുത്തെടുക്കാം. നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇങ്ങനെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്നാവും കേട്ടോ. കുറേ സമയമൊന്നും വേണ്ട. നമുക്ക് ഒരു ചായ തിളക്കുന്ന സമയം കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നമ്മളില്ലേ, ഉള്ളിയിലെ വെള്ളം തന്നെ മതി കേട്ടോ. വേറെ വെള്ളമൊന്നും നമുക്ക് ചേർക്കണ്ട. കുഴച്ചെടുക്കാൻ നമുക്ക് ബാക്കിയെല്ലാം കൂടെ വറുത്ത് കോരാം. നമ്മൾ പക്കുവടയെല്ലാം നമ്മൾ വറുത്ത് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല സോഫ്റ്റുമാണ്. അത് ഹോട്ടലിന് കിട്ടുന്ന അതേ രുചിയിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അധികം സോഫ്റ്റല്ല, നല്ലൊരു ക്രിസ്പി, നല്ല അടിപൊളി. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.